ഹലോ ഡിയേഴ്സ്, ഇന്ന് എൻ്റെ കോൺഷ്യസ് പാരൻറ്റിങ്ങിൽ ഒരു പാളിച്ച വന്നോ എന്നൊരു ഡൗട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ മോനെ സ്കൂളിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ചു. അത് കളിക്കുന്നതിനിടയിൽ അവൻ സോഫയുടെ അടിയിൽ ഒളിക്കാൻ പോയി. അപ്പോൾ ആൾക്കൊരു 10 ദ്രംസ് നോട്ട് കയ്യിൽ കിട്ടി. അത് കിട്ടിയ ഉടനെ അവൻ പറഞ്ഞത് നമുക്കിതിന് ഈ ഒരു ക്യാഷ് നമ്മൾ എന്താ വാങ്ങാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ആൾ ആസ് എ പാരൻറ്റ് സ്പെൻഡിങ് മീൻസ് എന്ത് കിട്ടിയാലും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണോ അവനിൽ വരുന്നത്, ഒരു സേവിങ് ഹാബിറ്റ് ഇല്ലേ എന്ന് ഒരു വേള ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, നീ വേണമെങ്കിൽ 5 ദ്രംസിന് വാങ്ങിക്കോ, 5 ദ്രംസ് ഇവിടെ സേവ് ചെയ്യ്, ബാക്കി 5 ദ്രംസിന് നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഗ്രോസറി പോവുകയും പെട്ടെന്ന് തന്നെ ഗ്രോസറിയിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 10 ദ്രംസിനുള്ള ഒരു തോക്ക് ആൾ കണ്ടിട്ടുണ്ട്, എനിക്ക് അതാണ് വേണ്ടത്, അത് നന്നായിട്ട് ലൈറ്റ് കത്തും, അതിങ്ങനെ ബുള്ളറ്റ്സൊക്കെ റീലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അത് സോ അമേസിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തു എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ അതിലൊന്നും വീണില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം നിനക്കത് അത്ര ഇഷ്ടമാണെന്ന്, പക്ഷേ ഇപ്പം നമ്മൾ 5 ദ്രംസിനുള്ള ടോയ് നീ വാങ്ങ്, ബാക്കി 5 ദ്രംസ് ഇവിടെ മസ്റ്റാണെന്ന് പറഞ്ഞു. ഞാനും ചെറിയ രീതിയിൽ ഞാൻ വാശി പിടിച്ച പോലെ, മീൻസ് അവനെ മനസ്സിലാക്കുകയില്ല, നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, നിനക്ക് സങ്കടമാണെന്ന് അറിയാം, പക്ഷെ നമ്മൾ കിട്ടിയ ക്യാഷ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചിലവാക്കണ്ട എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ആൾ ഭയങ്കര അൺഹാപ്പി ആയിട്ട് നിന്നു. ഞാൻ അൺലക്കിയാണെന്ന് പറഞ്ഞു, പിന്നെ കരഞ്ഞു, കിടന്നു. കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഇങ്ങനെ അവൻ്റെ ഒരു ആംഗ്രി ഇഷ്യൂസ് ഇതാക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ എന്താ പറയുക, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സോ ബാഡ് മൂഡിലാണ്, ഉമ്മി പോകുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ടെൻറ്റിൽ ആൾ പറഞ്ഞു, ഞാൻ എന്തായാലും പോവുകയാണ്, ഞാൻ വാങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പോയി വാങ്ങി കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്ര ഹാപ്പി ആയിട്ട് അവനെ സ്വീകരിച്ചില്ല. എൻ്റെ മുഖം അത്ര ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് കേൾക്കായിട്ടാണോ, ഞാൻ ഉദ്ദേശിച്ചൊരു സാധനം പെട്ടെന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച് നടക്കായിട്ടാണോ എന്നുള്ള അറിയില്ല. ഞാൻ കുറച്ചൊന്ന് ഒരു 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 നല്ല രീതിയിലല്ല നിന്നത്. ഞാൻ ദേഷ്യം പിടിച്ചില്ല, ന്യൂട്രലായിട്ട് നിന്നു. അപ്പോൾ ആൾക്കൊരു ഡിസ്കംഫർട്ടായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ആൾ നല്ല ഹാപ്പിയിൽ വന്നതായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, മോന് ഇത്രയും എഫേർട്ടിട്ട് മാർക്കൊക്കെ കിട്ടി, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ സിറ്റുവേഷനൊന്ന് മാറ്റാമായിരുന്നു. അവൻ വന്നപ്പോൾ എനിക്കും കൂടെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച്, പിന്നെ എന്തായാലും വാങ്ങി. ആ വാങ്ങിയൊരു മൊമെൻറ്റ് ഒരു ഹാപ്പി മൊമെൻ്റ് ആക്കി വേണമെങ്കിൽ ഞാനും ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറ്റാമായിരുന്നു. എനിക്ക് ഓൾറെഡി ഫീവറൊക്കെ ഉള്ളത് കാരണം നമ്മളൊരു മൂഡ് ശരിയായില്ല. സോ ടുഡേ ചെറുതായി ഒന്ന് പാളി എന്ന് തോന്നി.